ടെക്സ് ആൻഡ് കിസിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവർക്ക് പ്രാക്ടിക്കൽ വിഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും ആ ഒരു പ്രാക്ടിക്കൽ ചോദ്യം എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ലിബർ ഓഫീസ് ഇംപ്രസ് സോഫ്റ്റ്വെയർ ആണ്. ലിബർ ഓഫീസ് ഇംപ്രസ് തുറക്കുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓഫീസ്, ലിബർ ഓഫീസ് ഇംപ്രസ്. ഇവിടെ പല ടൈപ്പിലുള്ള ടെംപ്ലേറ്റ്സ് ലഭ്യമാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞതിനനുസരിച്ച് പറഞ്ഞാൽ മാത്രം ചെയ്താൽ മതി. ഒരുപക്ഷെ ഇതിൽ നിന്ന് ബ്രൈറ്റ് ബ്ലൂ ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റില്ല, ഫോക്കസ്, ബ്ലൂ കർവ്, ഇന്നൊരു ടെംപ്ലേറ്റ്സ് ഉൾപ്പെടുത്താൻ പറഞ്ഞാൽ ആവശ്യമുള്ള ടെംപ്ലേറ്റ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്താൽ മതി. മനസ്സിലായോ? ആ ഒരു രീതിയിൽ ചെയ്യാം. എന്നിട്ട് പറയുന്നതിനനുസരിച്ച് അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാൻ പറയും. സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ 2 സ്ലൈഡ് ഓൾറെഡി ഉണ്ട്. വീണ്ടും ഒരു സ്ലൈഡും കൂടെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ സ്ലൈഡ് മെനുവിൽ ക്ലിക്ക് ചെയ്യാം, ന്യൂ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. ഓരോന്നും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ വെൽക്കം എന്ന് ടൈപ്പ് ചെയ്ത് ഇതിനിപ്പോൾ അനിമേഷൻ നൽകണമെങ്കിൽ, അതായത് അക്ഷരങ്ങൾ ചലിപ്പിക്കുന്നതിനാണ് അനിമേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോഴേ അനിമേഷൻ നൽകേണ്ട വാചകം ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. അനിമേഷൻ നൽകേണ്ട വാചകം ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്നുണ്ടല്ലോ അനിമേഷൻ എന്നത്. ഇവിടെ അനിമേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫോർമാറ്റ് ക്ലിക്ക് ചെയ്ത് അനിമേഷൻ ഉണ്ട്. ഫോർമാറ്റിലാണ് അനിമേഷൻ എന്ന് ഓർക്കുക. അത് തിയറി ക്വസ്റ്റ്യൻ ആണ്. ഫോർമാറ്റിലെ അനിമേഷൻ. അതുപോലെ തന്നെ ഈ ഒരു ഐക്കണും അനിമേഷൻ ഉൾപ്പെടുത്താനുള്ള ഐക്കണാണെന്ന് മനസ്സിലാക്കാം. ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക, അനിമേഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് ഇഫക്റ്റ്, ഇതും തിയറി ക്വസ്റ്റ്യൻ ആയിരിക്കും. ആഡ് ഇഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആവശ്യമുള്ള ഇഫക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ പല ടൈപ്പിലുള്ള അനിമേഷനുകളുണ്ട്. ഇവിടെ ഫ്ലൈൻ, ബോക്സ്, ചെക്ക് ബോർഡ്, പല രീതിയിൽ ഇവിടെ നമുക്ക് അനിമേഷൻ നൽകാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ലൈഡിന് ട്രാൻസിഷൻ നൽകാൻ പറഞ്ഞാൽ ട്രാൻസിഷൻ നൽകേണ്ട സ്ലൈഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതുപോലെ തന്നെ ഇവിടെ സ്ലൈഡ് ട്രാൻസിഷൻ ഉണ്ട്. അതുപോലെ തന്നെ സ്ലൈഡ് ട്രാൻസിഷൻ ഉണ്ട്. ഏതാണ് നിങ്ങൾക്ക് എളുപ്പമെന്ന് ചോദിച്ചാൽ അത് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ പല ടൈപ്പിലുള്ള സ്ലൈഡ് ട്രാൻസിഷൻ ഇവിടെ അവൈലബിൾ ആണ്. ചെക്കേഴ്സ്, വീല്, വൈപ്പ്, ബാർസ്, ബോക്സ്, ഷേപ്പ്, പല ടൈപ്പിൽ ലഭ്യമാണ്. അത് ക്വസ്റ്റ്യനനുസരിച്ച് ചെയ്യാം. ഇവിടെ ഡ്രാഗ് ചെയ്ത് നോക്കിയാൽ എല്ലാ ട്രാൻസിഷനും കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ചിത്രം ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ടൂള് ഇൻസേർട്ട് ഇമേജ്. പിന്നെ ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക്, അതായത് ഹൈപ്പർ ലിങ്ക് ഒരു ടെക്സ്റ്റിൽ നിന്ന് ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ഹൈപ്പർ ലിങ്ക് നൽകി ഇപ്പോൾ സ്കൂൾ വിക്കിയിലേക്കൊക്കെ ലിങ്ക് നൽകുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ്. നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സ്ഥാനത്ത് ടെക്സ്റ്റ് ബോക്സ് വരച്ചു കൊടുത്തതിന് ശേഷം ആവശ്യമുള്ള വാചകം നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ പ്രധാനപ്പെട്ടത് ഇതിൽ ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇത് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്ന ടൂളാണിത്. അതുപോലെ തന്നെ ഇത് മാസ്റ്റർ സ്ലൈഡ്, ഇത് ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ്, ഇത് ഇൻസേർട്ട് ഓഡിയോ ഓർ വീഡിയോ. ഈ ഒരു ഐക്കൺ തന്നിട്ട് ഇത് ഉൾപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതാ ഇൻസേർട്ട് ഓഡിയോ ഓർ വീഡിയോ. അതുപോലെ തന്നെ ചാർട്ട് ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ടൂളാണ് ഇൻസേർട്ട് ചാർട്ട് ടൂള്. ഇത് ചിത്രം ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ടൂളാണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ തിയറി ക്വസ്റ്റ്യൻ ആണ്. ഇത് ഹൈപ്പർ ലിങ്ക് ആണെന്ന് മനസ്സിലാക്കുക. ഇത് ഇൻ്ററാക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്ലൈഡ് ട്രാൻസിഷൻ, അനിമേഷൻ, ഇതൊക്കെ പ്രധാനപ്പെട്ട തിയറി ചോദ്യങ്ങളാണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.
നമ്മളിപ്പോൾ ഫാദർ ഓഫ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ്, ഹു ഈസ് ദി ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് ചോദിച്ച് അതിലിപ്പം ഇത് സെലക്ട് ചെയ്ത് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ചാൾസ് ബാബേജ് എന്ന പേജിലേക്ക് എത്തണം. അതായത് ഇത് രണ്ടാമത്തെ പേജിലാണ് ചാൾസ് ബാബേജ് ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇൻ്ററാക്ഷൻ ടൂൾ ഉപയോഗിച്ച് എങ്ങനെയാണത് ചെയ്യുക എന്ന് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ 4 സ്ലൈഡുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ നിന്ന് ഫാദർ ഓഫ് കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേ ചാൾസ് ബാബേജിലേക്ക് എത്തണം. അതുപോലെ തന്നെ ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴേ വിൻറ്റൺ ജി സെർഫിലെത്തണം. ഇദ്ദേഹം വിൻറ്റൺ ജി സെർഫാണ്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോർമാറ്റിലെ ഇൻ്ററാക്ഷൻ സെലക്ട് ചെയ്യാം. ഫോർമാറ്റിൽ ഇൻ്ററാക്ഷൻ്റെ അല്ലെങ്കിൽ ഇവിടെയും ഇൻ്ററാക്ഷൻ ഉണ്ട്. ഫോർമാറ്റിൽ ഇൻ്ററാക്ഷൻ ഉണ്ട്, ഇതും ഇൻ്ററാക്ഷൻ ടൂളാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ഫോർമാറ്റിലെ ഇൻ്ററാക്ഷൻ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടുത്തെ ടൂളിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആക്ഷൻ അറ്റ് മൗസ് ക്ലിക്ക് എന്നതിൻ്റെ വലതുവശത്തുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഗോ ടു പേജ് ഓർ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് രണ്ടാമത്തെ സ്ലൈഡിലേക്കാണ് പോകേണ്ടത് അല്ലേ. അപ്പോൾ സ്ലൈഡ് 2 സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളെ മൂന്നാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്തു. അതേപോലെ ചെയ്യാം. ഫോർമാറ്റ് ഇൻട്രാക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇൻട്രാക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആക്ഷൻ അറ്റ് മൗസ് ക്ലിക്ക് എന്നതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഗോ ടു പേജ് ഓർ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ലൈഡ് 4 ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് സ്ലൈഡ് ഷോ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് ക്ലിക്ക് ചെയ്യുക. അപ്പം ചാൾസ് ബാബേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഫാദർ ഓഫ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേ ചാൾസ് ബാബേജിലേക്ക് എത്തും. നെക്സ്റ്റ് ഫാദർ ഓഫ് ഇൻ്റർനെറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേ വിൻറ്റൺ ജി സെർഫിലെത്തും. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് വിൻറ്റൺ ജി സെർഫാണ്. അങ്ങനെയാണ് ഇൻ്ററാക്ഷൻ ടൂൾ ഉപയോഗിച്ച് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹൈപ്പർ ലിങ്കും കൂടെ ചോദിക്കാറുണ്ട്. അതായത് സ്കൂൾ വിക്കിയിലൊക്കെ ലിങ്ക് നൽകുന്നതിന് വേണ്ടി ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യാറുണ്ട്. അതെങ്ങനെ ചെയ്യുന്ന നോക്കാം. സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യൽ ന്യൂ സ്ലൈഡ് ക്രമത്തിലാണ്. അപ്പോൾ ഇവിടെ ആവശ്യമുള്ള സ്ലൈഡ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ സ്കൂൾ വിക്കി എന്ന് തന്നെ ടൈപ്പ് ചെയ്യുക. സ്കൂൾ വിക്കി. ഇനി ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്കൂൾ വിക്കി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇത് ഹൈപ്പർ ലിങ്ക് ടൂളാണിത്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇൻസേർട്ടിൽ ഹൈപ്പർ ലിങ്ക് ഉണ്ട്. ഹൈപ്പർ ലിങ്ക് ടൂൾ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇൻ്റർനെറ്റാണ്, അതായത് ഹൈപ്പർ ലിങ്ക് ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് ഓൾറെഡി സെലക്ട് ആണ്, അത് മനസ്സിലാക്കാം. തിയറി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹൈപ്പർ ലിങ്ക് ഇൻ്റർനെറ്റ്. URL യൂണിവേഴ്സ് റിസോഴ്സ് ലൊക്കേറ്റർ. അപ്പോൾ ഇവിടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ട. അപ്പോഴേ HTTP കോളം ചിഹ്നം // സ്കൂൾ വിക്കി എന്നത് ഒന്നിച്ച് തന്നെ കൊടുക്കുക. അതിനുശേഷം .in ടൈപ്പ് ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മൾ സ്കൂൾ വിക്കിയിലേക്കുള്ള ലിങ്കാണ് അല്ലേ. അപ്പോൾ സ്കൂൾ വിക്കി ഇവിടെ കാണാം. നമ്മൾ സെലക്ട് ചെയ്ത അക്ഷരം ഈ ടെക്സ്റ്റ് എന്ന ബോക്സിൽ കാണാൻ സാധിക്കും. ഏതിൽ നിന്നാണോ ലിങ്ക് നൽകേണ്ടത്. അപ്പോൾ സ്കൂൾ വിക്കി ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഓക്കെ ക്ലിക്ക് ചെയ്യാം.
നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അനിമേഷൻ, സ്ലൈഡ് ഷോ, പ്രസൻറ്റേഷൻ ടൈമിൽ. അപ്പോൾ പ്രസൻറ്റേഷൻ കാണുന്നതിന് വേണ്ടി സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ്. അപ്പോൾ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡിന് പകരം കീബോർഡിലെ F5 കീ പ്രസ് ചെയ്താലും എന്ത് കാണാൻ സാധിക്കും? നമുക്ക് പ്രസൻറ്റേഷൻ കാണാൻ സാധിക്കും. അതും എന്താണ്, വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കാം. പിന്നെ ലിബർ ഓഫീസ് ഇംപ്രസിൻ്റെ ഫയൽ ഫോർമാറ്റ് ODP ആണ്. .ODP, ഓപ്പൺ ഡോക്യുമെൻ്റ് പ്രസൻറ്റേഷൻ. അതും ശ്രദ്ധിക്കുക, വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് ക്ലിക്ക് ചെയ്ത് സ്കൂൾ വിക്കി ക്ലിക്ക് ചെയ്യുമ്പോഴേ സ്കൂൾ വിക്കിയിലേക്ക് ലിങ്ക് ആയതായി കാണാൻ സാധിക്കും. നെറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ശരിയല്ലേ? ഓക്കെ. അപ്പോൾ സ്കൂൾ വിക്കിയുടെ പേജ് ഇവിടെ തുറന്നു വന്നു. ഇത്രയാണ് അതിലുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് കുട്ടികളെല്ലാവരും തന്നെ നന്നായി പഠിച്ച് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് മക്കളെ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ശ്രദ്ധിക്കാം. അടിസ്ഥാന അളവുകളും അവയുടെ SL യൂണിറ്റുകളുടെയും കുറിച്ചുള്ള ഒരു പ്രസൻറ്റേഷൻ. അടിസ്ഥാന അളവുകളും അവയുടെ സീരിയൽ യൂണിറ്റുകളെയും കുറിച്ചുള്ള ഒരു പ്രസൻറ്റേഷൻ. പ്രസൻറ്റേഷനിൽ വരുന്ന മറ്റൊരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. അടിസ്ഥാന അളവുകളും അവയുടെ യൂണിറ്റുകളെയും കുറിച്ചുള്ള ഒരു പ്രസൻറ്റേഷൻ താഴെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ലിബർ ഓഫീസ് ഇംപ്രസിൽ തയ്യാറാക്കുക. ഒന്നാമത്തെ സ്ലൈഡിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ബേസിക് ടൈപ്പ് ചെയ്ത് ഫോണ്ട് കാർലിറ്റോ, ഫോണ്ട് വലിപ്പം 60, ഫോണ്ട് നിറം ചുവപ്പ് എന്നിവ നൽകുക. രണ്ടാമത്തെ സ്ലൈഡിൽ ഇൻസേർട്ട് മെനുവിലെ ടേബിൾ സങ്കേതം ഉപയോഗിച്ച് ചിത്രത്തിൽ കാണുന്ന പട്ടിക നിർമ്മിക്കുക. ബേസിക് യൂണിറ്റ്സ് എന്ന് തലക്കെട്ട് നൽകുക. തയ്യാറാക്കിയ പ്രസൻറ്റേഷൻ ഹോമിലെ എക്സാം 9 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ആൻഡ് സ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ആപ്ലിക്കേഷൻസ്, ഓഫീസ്, ലിബർ ഓഫീസ്, ഇംപ്രസ് ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ നോർമൽ സ്ലൈഡാണ് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇതൊന്നും വേണ്ട എങ്കിൽ ഇത് ക്യാൻസൽ കൊടുക്കുക. അതിനുശേഷം ഒന്നാമത്തെ സ്ലൈഡിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുക. ഫണ്ടമെൻ്റൽ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ മതി. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് fundamental quantities and basic SL and basic
യൂണിറ്റ്സ്. യൂണിറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്ത് ഫോണ്ട് കാർലിറ്റോ. ഫോണ്ട് എന്ത് കൊടുക്കണം? കാർലിറ്റോ എന്ന ഫോണ്ടാണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം വേണ്ടാത്ത ടെക്സ്റ്റ് ബോക്സ് നമുക്ക് മുകളിലേക്ക് വലിച്ച് കളയാവുന്നതാണ്. അപ്പോൾ ഇതിനെ ഡ്രാഗ് ചെയ്ത് സെൻറ്ററിലേക്ക് മാറ്റാം. ഇത് ഫസ്റ്റ് സെലക്ട് ചെയ്യുക. 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ സെലക്ട് ആവും. ഇവിടെ കാർലിറ്റോ എന്ന ഫോണ്ട് ഫാമിലി കൊടുക്കാനാണ് പറഞ്ഞത്. എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോഴേ കാർലിറ്റോ എന്ന ഫോണ്ടായി. അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ വലിപ്പം 60 നൽകാനാണ് പറഞ്ഞത്. സെലക്ട് ചെയ്യണം ഫസ്റ്റ്. അതിനുശേഷം ഇവിടെ ഫോണ്ട് സൈസ് 60 എന്ന് നൽകുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് നിറം ചുവപ്പ് സെലക്ട് ചെയ്യണം. ഓൾറെഡി സെലക്ട് ആണ്. അതിനുശേഷം റെഡ് പ്രസ് ചെയ്യുക. ഇനി രണ്ടാമത്തെ സ്ലൈഡിൽ ഇൻസേർട്ട് മെനുവിലെ ടേബിൾ സങ്കേതം ഉപയോഗിച്ച് ചിത്രത്തിൽ കാണുന്ന പട്ടിക ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി രണ്ടാമത്തെ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? സ്ലൈഡ് മെനുവിലെ ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ സ്ലൈഡ് ഇൻസേർട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്ലൈഡിന് കളറ് മാറ്റാൻ പറഞ്ഞതുപോലെ ഇവിടെ സ്ലൈഡിനൊരു കളറ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കളറ് മാറ്റുന്നതെന്ന് നോക്കാം. സ്ലൈഡ് മെനു എടുക്കുക. ഫസ്റ്റ് കളർ നൽകേണ്ട സ്ലൈഡ് സെലക്ട് ചെയ്യുക. സ്ലൈഡ് മെനുവിൽ പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. അതിൽ കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒരു ലൈറ്റ് ബ്ലൂ കളറ് നൽകുക. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ലൈഡിൽ കളർ നൽകാൻ പറഞ്ഞാൽ സെലക്ട് ചെയ്യുക. സ്ലൈഡ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. ആവശ്യമുള്ള കളറ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യും. അപ്പം സ്ലൈഡിന് ബാക്ക്ഗ്രൗണ്ട് കളറായി. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ സ്ലൈഡിൽ ഇൻസേർട്ട് മെനുവിലെ ടേബിൾ സങ്കേതം ഉപയോഗിച്ച് ചിത്രത്തിൽ കാണുന്ന പട്ടിക ഉൾപ്പെടുത്താനാണ് പറഞ്ഞത്. ഈ ഒരു പട്ടിക ഉൾപ്പെടുത്തണം. അപ്പോഴേ 3 കോളം ഉണ്ട്. അതുപോലെ തന്നെ 4 റോയും ഉണ്ട്. 3 കോളവും 4 റോയും. ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് ടേബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എത്ര കോളംസ് ഉള്ളത്? 1 കോളം എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലേ. റോ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റോ. അപ്പോൾ കോളം 1 2 3, റോ 1 2 3 4. അപ്പോൾ 3 കോളം, നമ്പർ ഓഫ് കോളം 3 ടൈപ്പ് ചെയ്യുക. റോ, നമ്പർ ഓഫ് റോസ്, വരികൾ 4 എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ ടേബിൾ അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഓരോന്നും ടൈപ്പ് ചെയ്യണം. ഇതിൻ്റെ വലിപ്പം ക്രമീകരിക്കാം. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ടൈപ്പ് ചെയ്യണം. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് കൊടുത്തു. അതിൻ്റെ താഴെ ഉള്ള സെല്ലിൽ ലെങ്ത്ത് കൊടുക്കണം. ലെങ്ത്ത്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ മാസ് എന്ന് കൊടുക്കുക. മാസ്. അതുപോലെ തന്നെ 4ാമത്തെ റോയിൽ ടൈം കൊടുക്കുക.
ഇനി രണ്ടാമത്തെ കോളത്തിൽ ബേസിക് യൂണിറ്റ്സ് കൊടുക്കണം. ബേസിക് യൂണിറ്റ്സ്. നെക്സ്റ്റ് സിമ്പൽ. ഇനി അടുത്ത കോളത്തിൽ മെട്രോ എന്ന് കൊടുക്കുക. നെക്സ്റ്റ് കോളത്തിൽ കിലോഗ്രാം. നെക്സ്റ്റ് കോളത്തിൽ സെക്കൻഡ്സ്. ഇനി എം. നെക്സ്റ്റ് കിലോഗ്രാം. എം പറഞ്ഞ മീറ്റർ ആയിരിക്കും. കിലോഗ്രാം kg. നെക്സ്റ്റ് എസ്. അപ്പോൾ ഇത്രയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ബേസിക് യൂണിറ്റ്സ് എന്ന് തലക്കെട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. ബേസിക് യൂണിറ്റ്സ്. ബേസിക് യൂണിറ്റ്സ്. ബേസിക്. ഇനി ഇതിൻ്റെ കളർ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. സെലക്ട് ചെയ്യുക. റെഡ് നൽകുക. ബോൾഡ് ആക്കണമെങ്കിൽ ഇവിടെ ബോർഡിൽ ക്ലിക്ക് ചെയ്യാം. മൊത്തം സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അലൈൻ സെൻറ്ററിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ സെലക്ട് ചെയ്യണം. ഓരോന്നും സെലക്ട് ചെയ്ത് അലൈൻ സെൻറ്റർ കൊടുക്കാൻ പറ്റും. ഇവിടെ നിന്നാണ് സെലക്ട് ചെയ്ത് അലൈൻ സെൻറ്റർ നൽകേണ്ടത്. ഇതുപോലെ മൊത്തം സെലക്ട് ചെയ്തിട്ടും എന്ത് ചെയ്യാൻ പറ്റും, അലൈൻ സെൻറ്റർ നൽകാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടേബിളിന് ബോർഡർ വരണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ ടേബിൾ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ സെലക്ട് ആയി. എന്നിട്ട് മൗസിൻ്റെ വലത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടേബിൾ പ്രോപ്പർട്ടീസ് കാണുന്നില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ടേബിൾ പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബോർഡേഴ്സ് കാണാം. ബോർഡേഴ്സ് ഇവിടെ നാലാമത്തെ ടൂൾ സെറ്റ് ഔട്ടർ ബോർഡർ ആൻഡ് ഓൾ ഇന്നർ ലൈൻസിൽ ക്ലിക്ക് ചെയ്യാം. ഇത് നമുക്കിവിടെ സ്റ്റൈലുണ്ട്, വിഡ്ത്ത് വീതിയുണ്ട്, ഇതൊക്കെ കൂട്ടി കൊടുക്കാം. കളറുണ്ട്, ഇതൊക്കെ മാറ്റി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ബോർഡർ മാറ്റാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ കളറും മാറ്റാൻ പറ്റും. കളറ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അധികം ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ചെയ്താൽ മതി കേട്ടോ. അതിന് ടൈം ആകെ 1 മണിക്കൂറേ ഉള്ളൂ. ടേബിൾ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇഷ്ടപ്പെട്ട കളർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഓക്കെ പ്രസ് ചെയ്യാം. ക്വസ്റ്റ്യൻ്റെ കളർ പറഞ്ഞാൽ മാത്രം ചെയ്താൽ മതി നിങ്ങൾ. ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ കുട്ടികളെല്ലാവരും തന്നെ നന്നായി പഠിച്ച് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ മെനു ക്ലിക്ക് ചെയ്യുക, സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ആനുവൽ എക്സാം 9 9A റോൾ നമ്പർ ഷിഫ്റ്റ് മൈനസ് ക്വസ്റ്റ്യൻ നമ്പർ 1 ആണെങ്കിൽ 1 കൊടുക്കുക, 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3 കൊടുക്കുക. ഇവിടെ ഓൾറെഡി 4 വരെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് 5 കൊടുക്കും. ഏറ്റവും താഴെ സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. സൈബർ സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയിൽ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു പ്രസന്റേഷന്റെ ആദ്യത്തെ സ്ലൈഡ് താഴെ കാണുന്ന മാതൃകയിലേതുപോലെ ലിബ്രിയോഫീസ് ഇംപ്രസ് ഉപയോഗിച്ച് തയ്യാറാക്കുക. സൈബർ സെക്യൂരിറ്റി അവയർനെസ് പ്രോഗ്രാം എന്ന് ടൈപ്പ് ചെയ്ത് ഫോണ്ട് ഫ്രീ സാൻസ്, ഫോണ്ട് വലുപ്പം 40, ബോൾഡ്, ഫോണ്ട് നിറം മഞ്ഞ എന്നിവ നൽകുക. ഹോമിലെ ഇമേജസ് 9 നിന്നും cybersecurity.jpg എന്ന ചിത്രം ഉൾപ്പെടുത്തുക. മാതൃകയിലേതുപോലെ വാക്കുകൾ ദൃശ്യമാകുന്ന വിധം ചിത്രത്തെ ക്രമീകരിക്കുക. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് ആപ്ലിക്കേഷൻസ്, ഓഫീസ്, ലിബ്രിയോഫീസ് ഇംപ്രസ് ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്യാൻസൽ കൊടുക്കുക. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സൈബർ സെക്യൂരിറ്റി അവയർനെസ് പ്രോഗ്രാം എന്ന് ടൈപ്പ് ചെയ്ത് സ്ലൈഡിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമുക്കിത് ഇവിടുന്ന് വേണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് മുകളിലേക്ക് മാറ്റാം. എന്നിട്ട് ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ മതി. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ സൈബർ സെക്യൂരിറ്റി അവയർനെസ് പ്രോഗ്രാം എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തു. അതിൻ്റെ കളറ് 1, 2, 3 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ അത് സെലക്ട് ആവും. ശ്രദ്ധിക്കുക, ഇവിടെ പ്രോഗ്രാം എന്ന് ടൈപ്പ് ചെയ്തു. ഫോണ്ട് ഫ്രീ സാൻസ് നൽകണം. ഫ്രീ സാൻസ് ഇവിടെ സെലക്ട് ചെയ്യുക. ഫ്രീ സാൻസ് എന്ന് എഴുതി കൊടുക്കുക. ഫ്രീ സാൻസ് ഫ്രീ എന്ന് എഴുതുമ്പോഴാണ് താഴെ വന്നു. ഫ്രീ സാൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കളറ് മഞ്ഞ കളർ കൊടുക്കാനാണ് പറഞ്ഞത്, യെല്ലോ. ഇനി പറഞ്ഞിരിക്കുന്നത് ഫോണിൻ്റെ വലുപ്പം 40 ബോൾഡും 40 ഫോണ്ട് സൈസ് കൊടുക്കണം. ബോൾഡ് കട്ടി കൂട്ടാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഹോമിലെ ഇമേജസ് 9 നിന്ന് സൈബർ സെക്യൂരിറ്റി JPG എന്ന ചിത്രം ഉൾപ്പെടുത്തണം. അപ്പോൾ ചിത്രം ഉൾപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യാം? ചിത്രം ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇൻസേർട്ട് ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ആനുവൽ എക്സാം ഇമേജസ് 9 നിന്ന് ഇവിടെ cybersecurity.jpg എന്ന ഫയൽ ഓപ്പൺ ചെയ്യും. അപ്പോൾ നമ്മൾ എഴുതിയ വാക്ക് കാണുന്നില്ല അല്ലേ? അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് അറേഞ്ചിൽ ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കുക. ബ്രിങ് ടു ഫ്രണ്ട്
ശ്രദ്ധിക്കുക, സെലക്ട് ചെയ്തതാണ്. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത് ഇപ്പോൾ ഫ്രണ്ടിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് ആ ഒരു ഇമേജ് ഏറ്റവും താഴേക്ക് പോകുന്നതിന് വേണ്ടി അറേഞ്ചിൽ സെൻഡ് ടു ബാക്ക് കൊടുക്കുക. അപ്പോൾ ടെക്സ്റ്റ് മുന്നിലേക്ക് വന്നതായി കാണാൻ സാധിക്കും. അത്രയാണ് ഈ ഒരു പ്രവർത്തനത്തിലുള്ളത്. നമുക്ക് സേവ് ചെയ്യാം. ഫയൽ, സേവ് ആസ്, അനലൈറ്റ് എക്സാം 9. ഇവിടെ 9A, റോൾ നമ്പർ 1 ആണെങ്കിൽ 1, ഷിഫ്റ്റ് മൈനസ് ക്വസ്റ്റ്യൻ നമ്പർ 6 എന്ന് കൊടുത്തു. നിങ്ങൾക്ക് 4 വരെ ചെയ്യാനുള്ളൂ പ്രവർത്തനം. സേവ് ബട്ടൺ പ്രസ് ചെയ്യും. കുട്ടികളെല്ലാവരും തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായി ചെയ്ത് തന്നെ മനസ്സിലാക്കാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. വർഗീകരണ ശാസ്ത്രത്തിന് സംഭാവന നൽകിയ ചില ശാസ്ത്രജ്ഞരെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രസന്റേഷൻ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് 9 എന്ന ഫോൾഡറിൽ taxonomy_scientist.otp എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ ലിബർ ഓഫീസ് ഇംപ്രസിൽ തുറന്ന് താഴെ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രസന്റേഷൻ ആകർഷകമാക്കുക. ഫസ്റ്റ് നമ്മൾ ടാക്സോണമി എന്ന ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക. പ്ലേസസ്, ഹോമിൽ, എക്സാം ഡോക്യുമെന്റ്സ് 9 ടാക്സോണമി. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ, ലിബർ ഓഫീസ് ഇംപ്രസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു ഫയൽ തുറന്നു വന്നു, ലിബർ ഓഫീസ് ഇംപ്രസിലേക്ക് തുറന്നു വന്നു. ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഒരു സ്ലൈഡ് ഉൾപ്പെടുത്തി അതിനെ ഒന്നാമതായി ക്രമീകരിക്കണം. ഇതിൽ സയൻറ്റിസ്റ്റ് ഇൻ ടാക്സോണമി എന്ന് ടൈപ്പ് ചെയ്ത് ഫസ്റ്റ് എന്ത് ചെയ്യണം, ഒരു സ്ലൈഡ് ഉൾപ്പെടുത്താനാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഒരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം, ഇവിടെ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് ആ സ്ലൈഡിൽ ഏറ്റവും ഫസ്റ്റിലായി ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിനെ ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് എത്തിക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യാം. ഒരു സ്ലൈഡ് ഉൾപ്പെടുത്തി അതിലെന്ത് ചെയ്യണം, സയൻറ്റിസ്റ്റ് ഇൻ ടാക്സോണമി അല്ലേ, ടാക്സോണമി എന്ന് ടൈപ്പ് ചെയ്യാനാണ് പറഞ്ഞത്. ശ്രദ്ധിക്കാം, ഇവിടെ ഇത് വേണ്ടെങ്കിൽ ആ ഒരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റേക്ക് പ്രസ് ചെയ്യാം. സയൻറ്റിസ്റ്റ് എന്ന് എഴുതി കൊടുക്കാം. ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ഇൻ ടാക്സോണമി. ടാക്സോണമി എന്ന് ടൈപ്പ് ചെയ്യാം. ഇതിൻ്റെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കലയിത, ഫോണ്ട് വലുപ്പം 40, ഫോണ്ടിൻ്റെ നിറം ചുവപ്പ്. ഇതിൻ്റെ ഫോണ്ട് ഫാമിലി എന്നത് ഇവിടെ എഴുതി കൊടുക്കുക. എൻ്റർ കീ അമർത്താം. ഇനി ഇതിൻ്റെ ഫോണ്ട് സൈസ് 40, ഫോണ്ട് റെഡ് കളർ. അതൊക്കെ. ഇനി സ്ലൈഡുകൾക്ക് ഉചിതമായ പശ്ചാത്തല നിറം നൽകാൻ പറഞ്ഞിട്ടുണ്ട്. സ്ലൈഡുകൾക്ക് ഉചിതമായ പശ്ചാത്തല നിറം, നിങ്ങൾക്ക് സ്ലൈഡ് മെനു ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. ഇന്ന കളർ എന്ന് പറഞ്ഞില്ല, അതുകൊണ്ട്
ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കുക. അനുയോജ്യമായൊരു കളർ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ലൈഡ് പ്രോപ്പർട്ടീസിൽ കളർ സെലക്ട് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. സ്ലൈഡിൽ പ്രോപ്പർട്ടീസ് ഇവിടെ ശ്രദ്ധിക്കുക, പല ടൈപ്പിലുള്ള പാറ്റേണുകളുണ്ട് കേട്ടോ. ഇവിടെ ഹാച്ച് ഉണ്ടോ, പല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടുന്ന്. ഇനി പറഞ്ഞിരിക്കുന്നത് നോക്കാം. അപ്പോൾ സ്ലൈഡുകൾക്ക് ഉചിതമായ പശ്ചാത്തലം നിറം നൽകി. ഇനി സ്ലൈഡുകൾക്ക് ഡിസോൾവ് എന്ന ട്രാൻസിഷൻ നൽകാനും പറഞ്ഞിരിക്കുന്നുണ്ട്. ഡിസോൾവ്. അപ്പം ട്രാൻസിഷൻ നൽകേണ്ട സ്ലൈഡ് സെലക്ട് ചെയ്യുക. ഇവിടെ സ്ലൈഡ് ട്രാൻസിഷൻ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്ലൈഡ് മെനുവിൽ സ്ലൈഡ് ട്രാൻസിഷൻ സെലക്ട് ചെയ്യുക. ഡിസോൾവ്. ഇവിടെ ഡിസോൾവ് ചെയ്യുന്ന ട്രാൻസിഷൻ നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ സ്ലൈഡിലും അതേ ട്രാൻസിഷൻ നൽകാൻ ഇവിടെ അപ്ലൈ ട്രാൻസിഷൻ ടു ഓൾ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഈ മൗസ് ക്ലിക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു രീതിയിൽ പ്രസൻറ്റേഷൻ കാണാൻ സാധിക്കും. അത്രയാണ് ആ ഒരു പ്രവർത്തനത്തിലുള്ളത്. സേവ് ചെയ്യാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും ഏകദേശം നമ്മൾ ചെയ്ത അതേപോലെ തന്നെ ശ്രദ്ധിക്കുക. ദേശീയ ശാസ്ത്ര ദിനാചരണ പരിപാടിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഒരു പ്രസൻറ്റേഷൻ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് 9 എന്ന ഫോൾഡറിലെ നാഷണൽ സയൻസ് ഡേ OTP എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ ലിബ്രെഓഫീസ് ഇംപ്രസിൽ തുറന്ന് താഴെ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രസൻറ്റേഷൻ ആകർഷകമാക്കുക. സ്ലൈഡുകൾക്ക് ഇളം നീല നിറം നൽകുക, പശ്ചാത്തല നിറമായിട്ട് നൽകേണ്ടത്. അത് നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ. എല്ലാ സ്ലൈഡുകളിലും ടെക്സ്റ്റിന് ഫോണ്ട് സെഞ്ചുറി സ്കൂൾ ബുക്ക് L, ഫോണ്ട് വലിപ്പം 40, ഫോണ്ട് നിറം ചുവപ്പ് എന്നിവ നൽകുക. രണ്ടാമത്തെ സ്ലൈഡിൽ ഹോമിലെ ഇമേജസ് 9 നൽകിയിട്ടുള്ള CV Raman.jpg എന്ന ചിത്രം ഉൾപ്പെടുത്തുക. ഈ ഒരു പ്രവർത്തനം എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ചിത്രത്തെ ടെക്സ്റ്റുകൾ വ്യക്തമായി കാണുന്ന വിധം ക്രമീകരിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് 9 എന്ന ഫോൾഡറിലെ നാഷണൽ സയൻസ് ഡേ എന്ന ഫയൽ ഓപ്പൺ ചെയ്യുക. പ്ലേസസ് ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് 9 നാഷണൽ സയൻസ് ഡേ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ലിബ്രെഓഫീസ് ഇംപ്രസ് ക്രമത്തിൽ ക്ലിക്ക് ചെയ്യും. ക്വസ്റ്റ്യൻ നോക്കാം. സ്ലൈഡുകൾക്ക് ഇളം നീല പശ്ചാത്തല നിറം നൽകണം. നമ്മൾ നേരത്തെ ചെയ്തതാണത്. സ്ലൈഡ് നോക്കാം. ഇവിടെ ഇളം നീല ലൈറ്റ് ബ്ലൂ 2 ആണ് കേട്ടോ പറഞ്ഞത്. ലൈറ്റ് ബ്ലൂ 2. അപ്പം സ്ലൈഡിൽ പ്രോപ്പർട്ടീസ് കളർ ലൈറ്റ് ബ്ലൂ 2 ക്ലിക്ക് ചെയ്യാം, ഓക്കെ കൊടുക്കാം. ബാക്കിയെല്ലാ സൈഡിലും അതേപോലെ തന്നെ മക്കളെ ചെയ്യേണ്ടത്. ടൈം കളയുന്നില്ല. ഇനി എല്ലാ സ്ലൈഡിലെയും ടെക്സ്റ്റിന് ഫോണ്ട് സെഞ്ചുറി സ്കൂൾ ബുക്ക്. അപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കണേ. 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. തെറ്റിപ്പോയിരുന്ന Ctrl+Z പ്രസ് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ ഫോണ്ട് ഫാമിലി ക്ലിക്ക് ചെയ്യുക. സെഞ്ചുറി സ്കൂൾ ബുക്ക് L നിന്ന് എല്ലാ ഫോണ്ടിലും കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ സെലക്ട് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. സെഞ്ചുറി സ്കൂൾ ബുക്ക് ഇതിലും അതേപോലെ കൊടുക്കാം. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം.
അപ്പം അതിൻ്റെ വലിപ്പം 40 കൊടുക്കാൻ മതി കേട്ടോ. നിറം ചുവപ്പും. Ctrl A പ്രസ് ചെയ്താൽ ഓൾ സെലക്ട് ആണ്. 40 കൊടുക്കാൻ പറഞ്ഞു. കളറ് റെഡും കൊടുക്കാൻ പറഞ്ഞു. ഇതേപോലെ എല്ലാത്തിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. Ctrl A പ്രസ് ചെയ്യുക, ഓൾ സെലക്ട് ആണ്. Ctrl A പ്രസ് ചെയ്താൽ അല്ലെങ്കിൽ സെലക്ട് ചെയ്തും മുകളിലേക്ക് ഇതുപോലെ മൂവ് ചെയ്യാൻ പറ്റും. ഫോണ്ട് കളർ റെഡ്, ഫോണ്ട് സൈസ് 40. ഇനി പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ സ്ലൈഡിലെ ഹോമിലെ ഇമേജസ് ടൈനിൽ നൽകിയിട്ടുള്ള CV രാമൻ JPG എന്ന ചിത്രം ഉൾപ്പെടുത്തണം. രണ്ടാമത്തെ സ്ലൈഡിൽ ഇതാണ് രണ്ടാമത്തെ സ്ലൈഡ്. ഇവിടെ ഇൻസേർട്ട് ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ആനുവൽ എക്സാം ഇമേജസ് 9 നിന്ന് CV രാമൻ .jpg എന്ന ചിത്രം ഇതിലേക്ക് ഉൾപ്പെടുത്തും. ഒരുപക്ഷെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ വലുതാക്കിയിട്ട് ചെയ്യാൻ പറഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അറേഞ്ചിൽ സെലക്ട് ചെയ്ത ചിത്രം പുറകിലോട്ട് പോകുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? അറേഞ്ച് മെനുവിൽ സെൻഡ് ടു ബാക്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു സൈഡിലേക്ക് മാറ്റി ചിത്രത്തെയും എന്ത് ചെയ്യാം? നമുക്ക് നേരത്തെ അറേഞ്ച് ചെയ്ത പോലെ ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിൽ ചെയ്യാം. Ctrl Z അമർത്തുമ്പോൾ നേരത്തെ ചെയ്ത പ്രവർത്തനത്തിലേക്ക് പോകും. 2-3 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയാണ് ഇതിലുള്ളത് മക്കളെ. നിങ്ങളെല്ലാവരും തന്നെ എന്ത് ചെയ്യുക? ഈ ഒരു പ്രസൻറ്റേഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയി ഇതിൽ. അപ്പോൾ എന്ത് ചെയ്യുക മക്കൾ? എല്ലാവരും നന്നായി പഠിച്ച് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. ഈ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പ്രസൻറ്റേഷനിൽ വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ പറ്റും. ആ പ്രസൻറ്റേഷനിൽ രണ്ടാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ ആ രണ്ടാമത്തെ ഗ്രൂപ്പിലത്തെ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മക്കളെല്ലാവരും തന്നെ ഈ വീഡിയോ കണ്ട് നന്നായി പഠിച്ച് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. കുട്ടികൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.